ഒരു പവർ ബാങ്കാണ്, പഴയ പവർ ബാങ്ക് അടിച്ച് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആണ് പവർ ബാങ്കിൻ്റെ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. റെസ്റ്റോറേഷൻ ചെയ്തിട്ട് അത് ചെയ്യണം വെച്ചാൽ കുറച്ച് പാടുണ്ട്. അതായത് ഈ ബോർഡ് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആണ്. ബോർഡ് കണ്ടോ? അപ്പോൾ ഇത് പൊളിച്ചെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി ചിലപ്പോൾ റീചാർജ് ചെയ്ത് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്താൽ ബാറ്ററി വർക്കിംഗ് ആവും. ബാറ്ററി അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. പിന്നെ ഇതിൽ ചെറിയ LED ബോർഡുണ്ട്. ഈ ബോർഡ് വർക്കിംഗ് ആക്കാം. അതുപോലെ ഈ ബാറ്ററിയുടെ ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്, പ്ലസ് മൈനസ്. അപ്പോൾ തന്നെ ഇത് എത്ര വോൾട്ടാണ് ബാറ്ററി നോക്കിയിട്ട് കറക്റ്റ് എനിക്ക് ബാറ്ററി ചെക്ക് ചെയ്തിട്ട് അത്യാവശ്യം വോൾട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇത് പൊളിച്ച സ്ഥിതിക്ക് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി എടുത്തതാണ്. അതിൽ ഈ പവർ ബോർഡൊന്നും ഇതിന് പറ്റില്ല. പവർ ബോർഡിൽ ഈ സ്വിച്ച് കംപ്ലൈൻ്റാണ്, ഈ ഒരു സ്ലോട്ട് കംപ്ലൈൻ്റാണ്. ഒരു വൺ സൈഡ് മാത്രം PCB ഒന്നും കംപ്ലൈൻ്റ് ഇല്ല, പക്ഷെ ഇപ്പുറത്തെ സൈഡ് ഏകദേശം കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വർക്കാവാൻ ചാൻസ് കുറവാണ്. ഇതിൽ കിട്ടാവുന്ന സാധനം ഒന്ന് ഈ ബൾബിൻ്റെ ബോർഡ്, രണ്ട് ബാറ്ററി. ഈ ബാറ്ററി അത്യാവശ്യം നല്ല പവറുള്ള ബാറ്ററി ആക്കാം. ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണെന്ന് വെച്ചാൽ ഒരു അടിപൊളി പവർ ബാങ്കിനെ ചെയ്തെടുക്കാം. ഇത് വർഷം 2019 1/4. പിന്നെ അതിൻ്റെ ഒരു ID നമ്പർ കൊടുത്തിട്ടുണ്ട്, 2200 mAh ബാറ്ററി. അതിന് കപ്പാസിറ്റി 11.1 വോൾട്ട് ആണ് ബാറ്ററിയുടെ ചാർജിങ്. ഈ ബാറ്ററിയുടെ ബോർഡിൽ നിന്ന് വരുന്ന വയറുകളാണ്. ഈ ബോർഡ് മെയിനായിട്ട് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഈ കണക്ഷൻ ഉപയോഗിച്ചിട്ട് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ 12 വോൾട്ട് ആദ്യം ചാർജിങ്ങിന് ഇട്ട് വെക്കുക. ചാർജ് ഓക്കെയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ 12 വോൾട്ടിൻ്റെ തന്നെ പവർ ബാങ്കായിട്ട് കണക്ട് ചെയ്തിടുക. അപ്പോൾ അത്യാവശ്യം നല്ല 2200 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നതാണ്. ഈ ബാറ്ററിയുടെ ഈ കവറിങ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഈ ക്ലിപ്പ് കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ വയർ കിട്ടും. അതുപോലെ ഈ ഒരു ബോർഡും കിട്ടും. ഈ ബോർഡൊന്നും വലിയ കാര്യമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലെത്ര വോൾട്ട് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലസ് മൈനസ്. മൈനസ് വോൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം വോൾട്ട് ബാറ്ററി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വോൾട്ട് 12 വോൾട്ട് കണക്ട് ചെയ്യാം. 12 വോൾട്ട് ആദ്യം ഒരു 5 മിനിറ്റ് കണക്ട് ചെയ്തിട്ടാൽ ഇത് ബാറ്ററി ഓക്കെ ആണെന്ന് വെച്ചാൽ ആ വർക്കിംഗ് അതിൽ കാണിക്കും. അപ്പോൾ ആദ്യം ഇത് കണക്ട് ചെയ്തിട്ട് നോക്കാം. ഈ 11.1 വോൾട്ട് ബാറ്ററിയിൽ തന്നെ 4 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വയർ ബ്ലാക്ക് ആയിട്ട് തന്നെ, 2 വയർ റെഡ്. അപ്പോൾ ഈ രണ്ട് വയർ കണക്ട് ചെയ്തിട്ടാണ് 11 വോൾട്ടിൽ. അതിലൊരു യെല്ലോ വയറും അതേപോലെ ഒരു ബ്ലൂ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 വോൾട്ടിൽ 3 ബാറ്ററിയിൽ 2 കണക്ഷനാണ് വരുന്നത്, 3 കണക്ഷൻ. അതിൽ 2 കണക്ഷനിലാണ് സെപ്പറേറ്റ് യെല്ലോ വയറും ബ്ലൂ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വയർ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് പ്ലസ് മൈനസ് ഏതാണെന്ന് നമുക്ക് സെപ്പറേറ്റ് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി കംപ്ലീറ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്താൽ മാത്രമേ ഈ ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി എങ്ങനെ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാൻ പറ്റും. ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി വെച്ച് പവർ ബാങ്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും.